പ്രസവവേദനയുടെ കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മമാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിമിഷം കരഞ്ഞു പോകുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിലായിരിക്കും. എന്നാൽ മറ്റു ചില അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അതിൽ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. കാരണം ഏതപ്പന് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസത്തോളം എനിക്ക് അവനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള പാലുണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ഫോർമുല മിൽക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു മാസം. പിന്നെ എൻ്റെ ഫുഡ് റൊട്ടീനൊക്കെ മാറ്റിയതിന് ശേഷമാണ് എനിക്ക് പാല് വന്നതും പിന്നെ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയതും. ഒരിക്കലും ബ്രസ്റ്റ് ഫീഡ് തന്നെ കുട്ടികൾക്ക് ചെയ്യണം, ഫോർമുല മിൽക്ക് ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാണ് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. ചിലരൊക്കെ വന്ന് പറയും, ഓ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞങ്ങ് മുരടിച്ച് പോവും, എപ്പോഴും പൊടിപ്പാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അത് ബാധിക്കും. അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. കുറ്റപ്പെടുത്താനായിട്ട് 1000 നാവുകളുണ്ടാവും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏതപ്പിന് 6 മാസം ഉള്ളപ്പോൾ ഞാൻ രണ്ടാമത് ക്യാരിയിങ് ആയി. എന്നാലും ഞാനായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് ഒരു കാര്യമാണ്. ആ കൊച്ചു കുടിക്കുന്ന അത്രയും കുടിക്കട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നതും. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു രണ്ടാമത് ഗർഭിണിയായിരിക്കുമ്പോൾ മൂത്ത ആൾക്ക് പാല് കൊടുക്കരുത്, അത് ആരോഗ്യത്തെ ബാധിക്കുമെന്നൊക്കെ. പക്ഷെ ഞാൻ കൺസൾട്ട് ചെയ്ത ഗൈനക്കിൻ്റെ അടുത്ത് എൻ്റെ ഹെൽത്ത് കണ്ടീഷനും എൻ്റെ ഉള്ളി കിടക്കുന്ന കുഞ്ഞിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ആള് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കൊടുക്കാവുന്ന അത്രയും കൊടുത്തോളൂ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ വയറ്റിലിട്ട് നടക്കുന്ന സമയം 36+ വീക്ക് വരേക്കും ഞാൻ മൂത്ത ആൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ടൈം ആയി കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി അവൻ തന്നെ, അതായത് എൻ്റെ മൂത്ത മോൻ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ വേറെ ഫുഡൊക്കെ കഴിക്കുന്ന കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പലതും തേച്ച് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ മോനെ ഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. കാരണം അവനിപ്പോൾ 2.5 വയസ്സായി. ഇതുവരേക്കും ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറെ ഫുഡ് അവൻ കഴിക്കൽ കുറവായിരുന്നു. അത് കാരണം അവന് വെയിറ്റ്, അവൻ്റെ ഏജിനുള്ള വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പതിയെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റു ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ആ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത ആ ഒരു 2-3 ദിവസം കൊച്ച് രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. ആ ഒരു 3 ദിവസം ഞാൻ നല്ലപോലെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെപ്പോലെ അനുഭവിച്ച കുറേ അമ്മമാരുണ്ടാവും. പക്ഷേ ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.